ഇത് കണ്ടില്ലേ? ചേർത്തലയിലുള്ള മെഹർ ഹോട്ടലിൽ ഇക്കഴിഞ്ഞ വിഷുവിന് ആശംസകൾ നേർന്നു കൊണ്ടിട്ട് അവരിറക്കിയ പോസ്റ്ററാണ്. ഉണ്ണിക്കണ്ണൻ അൽഫാമും ഗ്രിൽഡ് ചിക്കനും ബിരിയാണിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് ആസ്വദിച്ചത് നോക്കുന്ന ഒരു ഫോട്ടോ. എന്ത് വിരോധാഭാസമാണല്ലേ? ഹിന്ദുക്കളുടെ നെഞ്ചത്ത് ആർക്ക് കയറിയിട്ടും പൊങ്കാലി ഇടാലോ. കാരണം ഹിന്ദുക്കൾ ഉണരില്ല, അവരെ ഇങ്ങനെ ചവിട്ടി മെതിക്കാം എന്നുള്ളൊരു ഹുങ്കുണ്ടല്ലോ നിങ്ങളുടെ മതസ്ഥർക്ക്. അതായത് ഹിന്ദുക്കളുടെ മേലിൽ ആർക്കു വേണേലും കയറിയിരിക്കാം, അതേപോലെ തന്നെ ഹിന്ദുക്കൾ ഉണരില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഇവിടെ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുകയാണ്. ഹിന്ദുക്കളുടെ ഒന്നും പേറ്റന്റ് ഇവിടെ ആർക്കും എഴുതി തന്നിട്ടില്ല. ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത്തരം വിദ്വേഷകരമായിട്ടുള്ള പോസ്റ്റുകൾ വഴി കേരളത്തിലോട്ട് പോരുകയും വേണ്ട. ഇവിടെ കമ്മ്യൂണിറ്റികൾ തമ്മിൽ അടിക്കണമെന്നൊക്കെ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതിവിടെ നടക്കില്ല എന്നുള്ളത്. കാരണം ഇത് കേരളമാണ്, ഇത് മതേതരത്വം. അതായത് ഒരു നമ്മളുടെ ഒരു ടൗൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പള്ളി ഉണ്ടാകും, ക്രിസ്ത്യൻ പള്ളി ഉണ്ടാകും, ഹിന്ദുവിന്റെ അമ്പലം ഉണ്ടാകും. അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഉത്സവം നടന്നാൽ എല്ലാ മതസ്ഥരും ഉത്സവത്തിന് പോകും. ഇവിടെ പള്ളിയിൽ പെരുന്നാൾ നടന്നാൽ എല്ലാ മതസ്ഥരും പള്ളിയിൽ പോകും. അതേപോലെ തന്നെ മോസ്കിന്റെ എന്തെങ്കിലും പരിപാടി വന്നാൽ അതിനും ഈ നോമ്പുകാലത്തൊക്കെ ഞങ്ങളും എല്ലാം പോകാറുള്ളതാണ്, അങ്ങനെയും പോകും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ആ പറയുന്ന രീതിയിലുള്ള മതസ്പർദ്ധയൊന്നും വളർത്തിക്കൊണ്ട് ഇങ്ങോട്ട് പോരണ്ട. ഇതിവിടെ ചെലവാകുന്നില്ല. ഒരു മതത്തെയും അപമാനിക്കാൻ പാടില്ല. അർഷാദെ, നീ കാണിച്ച തെണ്ടിത്തരം കാരണം ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഇത് കേരളമായതുകൊണ്ടാണ്. നേരെ മറിച്ച് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനമായിരുന്നെങ്കിൽ നിന്റെ ഈ ഒരു പോക്കൃത്തരം കൊണ്ട് ആ നാട് നിന്ന് കത്തേണ്ട ഒരു അവസ്ഥയുണ്ടായേനെ. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നമ്മൾ സമാധാനത്തിന്റെ പാതയിൽ പോകാൻ ശ്രമിക്കുക. ഈ ചേർത്തലയിൽ വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കുഴിമന്തിയുടെ മുമ്പിൽ നമ്മുടെ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ഒരു ഫോട്ടോ വെക്കുന്ന ഒരു സാധ്യതയുണ്ടായി. അങ്ങേയറ്റം തെണ്ടിത്തരമാണ് കാണിച്ചത്, അതേപോലെ തന്നെ അങ്ങേയറ്റം പോക്കൃത്തരമാണ് കാണിച്ചത്. പ്രതികരിക്കണം, നല്ല രീതിയിൽ പ്രതികരിക്കണം. പക്ഷേ ഇപ്പോ ഇട്ടേക്കുന്ന ഈ രീതിയിൽ ഉള്ള വർഗീയ വിദ്വേഷം തുടങ്ങുന്ന പോസ്റ്റുകൾ ഇട്ട്, അതായത് ഇവിടെ രണ്ട് കമ്മ്യൂണിറ്റികളെ തമ്മിലെടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരുത്തൻ കാണിച്ച ഒരു ചെമ്മാടിത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? തന്നി ജിഹാദി തന്ത്രമാണ് നിങ്ങൾക്ക് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഓക്കെ, വരുന്ന നബിദിനത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ഹോട്ടലുകളിൽ നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഹിന്ദു മതസ്ഥരിൽ ഒരാള് വരുന്ന നബിദിനത്തിൽ കുറച്ച് പോർക്ക് ഫ്രൈയും പോർക്ക് ബിരിയാണിയും പോർക്ക് മന്തിയൊക്കെ വെച്ചിട്ട് നബിദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു ആശംസ കാർഡ് എടുത്തിച്ച് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ കേരളം കത്തിക്കുമല്ലോ. അതായത് ജിഹാദി തന്ത്രമാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആ ഒരു വാക്ക് കിട്ടുന്നത്? നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ജിഹാദി ജിഹാദി ജിഹാദി. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പിന്നിൽ ജിഹാദി തന്ത്രമെന്ന് നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്നാണ് പറയാൻ സാധിക്കുന്നത്? അതേപോലെ തന്നെ നബിദിനത്തിന് നിങ്ങൾ പോർക്കിന്റെ ഇറച്ചി വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ പോസ്റ്റ് ഇട്ടയാളും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങളും ഒരു മതത്തെ അപമാനിക്കുക തന്നെയാണ് ചെയ്തത്. കാരണം നിങ്ങൾ അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി ഇട്ടുകൊണ്ട് നിങ്ങൾ ആ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ഒരു മാന്യയാണെന്ന് പറയാൻ സാധിച്ചേനെ. പക്ഷെ നിങ്ങൾ ഇത്തരത്തിൽ വിദ്വേഷകരമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങളും ആ പോസ്റ്റ് ഇട്ട ആ ഹോട്ടലിന്റെ ഉടമയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളൊരു പോസ്റ്റ് ഇട്ടു, അതിന്റെ തെറ്റ് അയാൾക്ക് മനസ്സിലായി, അയാൾ മാപ്പ് പറയുകയും ചെയ്തു. കാണിച്ചത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ മതത്തിൽ തൊട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പൊള്ളുള്ളൂ. ബാക്കിയുള്ളവരുടെ മതത്തിൽ എന്ത് വേണേലും അങ്ങോട്ട് ആയിക്കോളൂ. മഹത്തായ പാരമ്പര്യമുള്ള ആർഷഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സംസ്കാരത്തെ എന്ത് അപമാനിച്ചാലും പ്രതികരിക്കാൻ പാടില്ല. ഉണരരുത് ഹിന്ദു, നിങ്ങൾ ഉണരരുത്. നിങ്ങൾ ഇങ്ങനെ ആട്ടും തുപ്പും ചവിട്ടി തേക്കലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കണം. എല്ലാ മതസ്ഥരും കയറിയിരുന്ന് അങ്ങോട്ട് നിരങ്ങണം. ഇത്രയൊക്കെ കിട്ടിയാലും നമ്മൾ പഠിക്കാൻ പാടില്ല അല്ലേ? വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ ഉണരരുത് ഹിന്ദു, നിങ്ങൾ ഉണരരുത്. അതായത് നിങ്ങൾ ഉണരണം, ഉണർന്ന് തെരുവിലേക്ക് ഇറങ്ങണം, തെരുവിലേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല് നടത്തണം. അപ്പോൾ ഈ ചേച്ചിക്ക് ഇഷ്ടമാകും. രണ്ടാമത് ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ വർഷങ്ങളോളം, അതായത് നൂറ്റാണ്ടുകളോളം മുഗളന്മാർ ഭരിച്ചപ്പോൾ ഇവിടെ ഹിന്ദു രാജാക്കന്മാരുണ്ടായിരുന്നു, ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഹിന്ദു ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇവിടെ ചില ആളുകളുടെ കടന്നുവരവോടെ, അതല്ലെങ്കിൽ ചില ആളുകളുടെ ഹിഡൻ അജണ്ടയോടെയാണ് ഇവിടെ ഈ ഹിന്ദുയിസവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാർസിയും ജൈനനും സിഖും എന്നൊക്കെ വേർതിരിവ് വന്നുകൊണ്ട് മതത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകൾ തീർത്തത്. ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സാഹചര്യമല്ല. അതായത് ഈ മുഗളന്മാർ പോയതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ ജാതിയും മതത്തിന്റെ ഒക്കെ വിത്ത് അവർ പാകിയിട്ട് ഇവിടെ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി എന്നുള്ളതും നമ്മുടെ രാജ്യം വിഭജിക്കാൻ വരെ കാരണമായതും എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അതിൽ എല്ലാ മതസ്ഥരും കയറി അങ്ങോട്ട് നിരങ്ങണം. ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും കിട്ടിയാൽ പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ ആര് ആണ് ഏത് മതത്തെയാണ് അപമാനിക്കുന്നത്? എല്ലാ മതങ്ങളും ഹിന്ദുക്കൾക്കെതിരെയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചൂണ്ടുപോൽ, ഒരു അൻപ് തൊടുത്തു വിടുന്ന രീതിയിൽ നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിദ്വേഷകരമായിട്ടുള്ള പോസ്റ്റുകൾ നിർത്തണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
ആരുടെയും മതത്തിൽ ആരും തൊടണ്ട, ആരുടെയും മതത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ആരും പോകണ്ട. എന്റെ മതമാണ് ശ്രേഷ്ഠമെന്നും മറ്റുള്ളവരുടെ മതമാണ് ശ്രേഷ്ഠമെന്നും പറയാതിരുന്നാൽ മാത്രം മതി. കാരണം എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ മതവും ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപ്പൊന്നും ഇവിടെ വില പോകില്ല, ഇവിടെ വേഗില്ല. ഹോട്ടലുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇതിന്റെ വിടവിലൂടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ രണ്ട് കമ്മ്യൂണിറ്റികളെ തമ്മിലടിപ്പിച്ച് അതിൻ്റെ അകത്തോടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഈ വിദ്വേഷ പോസ്റ്റുകൾ ഇടുന്ന ഇപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന രീതിയിലുള്ള വിദ്വേഷകരമായിട്ടുള്ള രീതിയിൽ, അതായത് ഇതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദത്തിലാണ്, പക്ഷേ ജിഹാദികൾ ആ പോസ്റ്റ് ഇടാൻ തീവ്രവാദിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരാള് അത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോൾ അയാൾ ചെയ്തത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണ്, ചെയ്തത് പോക്കത്തരമാണ്. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കച്ചവടം കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലൊരാളെ പിടിച്ച് തീവ്രവാദിയാക്കുക. എങ്ങനെയാണ് തീവ്രവാദിയാക്കുന്നത്? അവിടെയാണ് പ്രശ്നം. ഒരു കമ്മ്യൂണിറ്റിയെ തമ്മിൽ വേർതിരിവ് പറയുക. നിങ്ങളിപ്പോ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്നുണ്ട്, എല്ലാ ജാതിക്കാരെയും ഞാൻ ഒരുപോലെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ വർഗീയതയാണ് വെളിയിൽ വന്നത്. കാരണം ഒരാൾ ഒരു വിദ്വേഷകരമായിട്ടുള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, പ്രതികരിക്കുക തന്നെ വേണം. പക്ഷെ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. ഈ ജിഹാദി തന്ത്രം തന്നെയാണ് എന്ന് എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും? എവിടെയാണ് ആ തന്ത്രത്തിന്റെ ഉറവിടമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? കാരണം അയാൾ ചെയ്തത് തെറ്റാണ്, ന്യായീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റുകളും വിദ്വേഷകരമായിട്ടുള്ള വാക്കുകളും കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വരരുത്. നിങ്ങളുടെ പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരം വർഗീയ വിഷം തുപ്പുന്ന പോസ്റ്റുകളാണ്. എന്നിട്ട് അവിടെ അങ്ങോട്ട് മയപ്പെടുത്തിയിട്ട് പറയുകയാണ് എനിക്ക് ഒരുപാട് മറ്റു മതത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് കേട്ടോ, പക്ഷെ മനസ്സിൽ വർഗീയതയുമുണ്ട്. ഹിന്ദുക്കളെല്ലാം അങ്ങ് ഉണർന്നോളൂ, ഹിന്ദുക്കളെല്ലാം ഉണർന്ന് ഇങ്ങോട്ട് വരൂ, വന്നിട്ട് അത് പ്രശ്നമാക്കിയിട്ട് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ തല്ലൂ എന്ന ആഹ്വാനം കൊടുക്കുന്നതാണോ പ്രതിഷേധം? ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിവിടുമ്പോൾ നിങ്ങളൊരു കാര്യങ്ങളോട് ഓർക്കണം. ലോകത്താകമാനം പലയിടങ്ങളിലും ഇത്തരം കമ്മ്യൂണൽ പ്രൊട്ടസ്റ്റ് നടന്നതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്വേഷകരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി തന്നെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ രണ്ട് കമ്മ്യൂണിറ്റികളെ തമ്മിൽ അടിപ്പിക്കാതെ, ഇവിടെ മെജോറിറ്റി മൈനോറിറ്റി ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന നാടാണ്. അവിടെ ആരെങ്കിലും ഇത്തരം തെമ്മാടിത്തരങ്ങളും തെറ്റുകളും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണ്ട വിധത്തിലുള്ള നിയമ സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ നിയമ സംവിധാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അതല്ലാതെ ആൾക്കൂട്ട വിചാരണയോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വന്നിട്ട് മറ്റൊരു കമ്മ്യൂണിറ്റിയെ ചോദ്യം ചെയ്യുകയോ ചെയ്ത് ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നതല്ലാതെ, അത് വഷളായി പോകുന്നതല്ലാതെ അതിന് പരിഹാരം ഉണ്ടാകത്തില്ല. ഇവിടെ നാനാജാതി മതസ്ഥരും ഒന്നായി ജീവിക്കേണ്ട നാടാണ്. ആ നാട്ടിൽ ഇത്തരം വിദ്വേഷകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ട് ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരരുത്. കാരണം അതൊരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ പല പോസ്റ്റുകളിലും ഇത്തരം വർഗീയ വിഷം തുപ്പുന്ന പോസ്റ്റുകളാണ് നിങ്ങൾ ഇടുന്നത്. എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്? എന്ത് മനസുഖമാണ് കിട്ടുന്നത്? ഇവരുടെ എല്ലാം കണ്ടുപിടിച്ചേക്കുന്ന കുറെ വാക്കുകളാണ് ജിഹാദി, തീവ്രവാദി എന്നൊക്കെ പറയുന്ന കുറെ വാക്കുകൾ. ഒരു കമ്മ്യൂണിറ്റിയെ എടുത്തുകൊണ്ട് അത്തരം വാക്കുകൾ നടത്താനായിട്ട് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നിട്ടുള്ളത്? ഇവിടെ ഹിന്ദുക്കളുടെ ആരുടെയും പേറ്റന്റ് ഒന്നും ആർക്കും കൈവശപ്പെടുത്തി കൊടുത്തിട്ടൊന്നുമില്ല. ഇവിടെ നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹം ആ തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും, അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കാണിക്കും. ആ പോസ്റ്റ് വന്ന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടെന്നും അയാളത് മാപ്പ് പറയുകയും ചെയ്തു. പക്ഷെ ആ മാപ്പ് പറച്ചിലുകൊണ്ട് ഒരിക്കലും ഒരു മതത്തിന്റെ വിശ്വാസികൾക്കുണ്ടായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കാണിച്ചത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണ്, കാണിച്ചത് അങ്ങേയറ്റത്തെ കൂക്കൃത്തരം തന്നെയാണ്. പക്ഷെ മാപ്പ് പറഞ്ഞെങ്കിലും നിയമപരമായിട്ടുള്ള, കാരണം നമുക്ക് കുറച്ചൊക്കെ വിവേചബുദ്ധി വേണം. ആ വിവേകത്തോടെ നമ്മൾ ചിന്തിക്കുകയും വേണം. കാരണം ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കൊടുത്ത കടയുടമയ്ക്കെതിരെയും നടപടി ഉണ്ടാകണം. കാരണം അവനും അത്രയ്ക്കും വിവരമില്ലാത്ത ഒരാളാണ്. കാരണം ഇത് ഒരാൾ ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് ഒരു
കമ്മ്യൂണിറ്റിയെ തന്നെ പഴിക്കുകയും അതേപോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിറ്റി അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട്, കമ്മ്യൂണിറ്റിയെ ഞാൻ പറയുന്നില്ല കേട്ടോ, അതിൻ്റെ ചില ആളുകൾ അതിനെ ചൂട് പിടിച്ചുകൊണ്ട് ഈ വിദ്വേഷകരമായിട്ടുള്ള രീതിയിലുള്ള അതിന്റെ മുകളിൽ പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവന നടത്തി കഴിയുമ്പോഴത്തേക്കും കലാപ ആഹ്വാനത്തിന് കൂട്ടുന്നു. നമ്മൾ പ്രതിഷേധിക്കണം, ഇവിടെ ഹിന്ദുക്കളെല്ലാം അപകടത്തിലാണ്, ഹിന്ദു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണരണം, നിങ്ങളെല്ലാവരും ചാടി ഇറങ്ങണം, പ്രതികരിക്കണം എന്ന് പറയുന്നത് കലാപ ആഹ്വാനം തന്നെയാണ്. ഈ രാജ്യത്ത് പലയിടങ്ങളിലും കലാപം നടക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തില് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കലാപങ്ങൾ ഒന്നും തന്നെ ഇല്ല, അല്ലെ കമ്മ്യൂണിറ്റി വൈസിലുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കാണാറില്ല. ഇവിടെ നിങ്ങളുടെ മതത്തിൽ തൊട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പൊള്ളുള്ളൂ, ബാക്കിയുള്ളവരുടെ മതത്തിൽ എന്ത് വേണേലും അങ്ങനെ ആയിക്കോളൂ. മഹത്തായ പാരമ്പര്യമുള്ള ആർഷഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സംസ്കാരത്തെ എന്ത് അപമാനിച്ചാലും പ്രതികരിക്കാൻ പാടില്ല. ഉണരരുത് ഹിന്ദു, നിങ്ങൾ ഉണരരുത്. നിങ്ങൾ ഇങ്ങനെ ആട്ടും തുപ്പും ചവിട്ടി തേക്കലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കണം. എല്ലാ മതസ്ഥരും കയറി അങ്ങോട്ട് നിരങ്ങണം. ഇത്രയൊക്കെ കിട്ടിയാലും നമ്മൾ പഠിക്കാൻ പാടില്ല അല്ലേ? ഈ മഹത്തായ പാരമ്പര്യം ഉള്ള ഹൈന്ദവ സംസ്കാരത്തില് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ക്ഷമിക്കുകയും അതേപോലെ തന്നെ സഹിക്കുകയും വേണമെന്നുള്ള കാര്യം. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ കാര്യങ്ങളോട് നിങ്ങൾ നോക്കട്ടെ. ഈ ആർഷഭാരത സംസ്കാരം ഒക്കെ പറയുമ്പോൾ ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത്. അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഇത്തരം വിദ്വേഷകരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയല്ല സഹോദരി വേണ്ടത്. ഇവിടെ കേരള പോലീസ് ഉണ്ട്, ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുമുണ്ട്. തക്കതായിട്ടുള്ള രീതിയിൽ അയാളെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യകാരണങ്ങൾ സഹിതം ഈ നമ്മുടെ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ചില ആളുകൾ കടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കിയേ തീരൂ എന്നാണ് ചില ആളുകൾ വാശി പിടിക്കുന്നത്. ഈ രാജ്യത്തുള്ള ഒരു മതത്തെയും ആരും അവഹേളിക്കാൻ ശ്രമിക്കേണ്ട, ആരും കുറച്ച് കാണാനും ശ്രമിക്കേണ്ട. എല്ലാ മതത്തെയും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് എല്ലാവരും സഹോദരി ബന്ധം പുലർത്തി നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ കേട്ട് ദയവ് ചെയ്ത് നമ്മൾ എടുത്തു ചാടാതിരിക്കുക. ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ദയവ് ചെയ്ത് ഇപ്പം ഒരാൾ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിടുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് നീ ചെയ്ത തെമ്മാടിത്തരത്തിന് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്. എന്തിന്? നീ കാണിച്ച ഒരു തെമ്മാടിത്തരത്തിന് മാത്രം. ഈ മെഹർ എന്ന ഹോട്ടല്, അതായത് ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ അർഷാദെ, നീ കാണിച്ച തെമ്മാടിത്തരത്തിന് ഒരു കമ്മ്യൂണിറ്റിയെ പഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിനക്ക് കുറച്ചുകൂടെ വിവേകബുദ്ധിയോട് ചിന്തിക്കാമല്ലോ. ഈ പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്ത ഇവനും ചിന്തിക്കാമല്ലോ. കാരണം ഇത്തരത്തിൽ ഒരു മതശ്രദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും അതേപോലെയുള്ള രീതിയിൽ ബിസിനസ് പിടിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കരുത്, എന്ത് തെമ്മാടിത്തരവും കാണിക്കരുത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു മതത്തെയും അപമാനിക്കാൻ പാടില്ല. അർഷാദെ, നീ കാണിച്ച തെണ്ടിത്തരം കാരണം ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഇത് കേരളമായതുകൊണ്ടാണ്. നേരെ മറിച്ച് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനമായിരുന്നെങ്കിൽ നിന്റെ ഈ ഒരു പോക്കൃത്തരം കൊണ്ട് ആ നാട് നിന്ന് കത്തേണ്ട ഒരു അവസ്ഥയുണ്ടായേനെ. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നമ്മൾ സമാധാനത്തിന്റെ പാതയിൽ പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അതേപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.